ബീഹാറിലും വൈകാതെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കളമൊരുങ്ങുകയാണ്. വലിയ രാഷ്ട്രീയ അട്ടിമറികൾക്കാണ് കഴിഞ്ഞ 5 വർഷമായി ബീഹാർ സാക്ഷ്യം വഹിച്ചത്. ആദ്യം BJP-യിലും പിന്നീട് കോൺഗ്രസ് RJD സഖ്യത്തിലും മാറി മാറി അധികാരം നുണഞ്ഞ നിതീഷ് കുമാർ ഇന്ന് NDA-യുടെ ഭാഗമാണ്. വലിയ വില കൽപ്പിക്കാതെ ഇരുന്ന പ്രധാനമന്ത്രി മോദിയെ പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സർക്കാർ ഉണ്ടാക്കാൻ പ്രാപ്തി നൽകി താങ്ങി നിർത്തുന്നൊരു ശക്തിയായി പെട്ടെന്നാണ് JDU-വും നിതീഷ് കുമാറും മാറിയത്. നിതീഷിന്റെ JDU-വും ആന്ധ്രയിലെ തെലുങ്ക് ദേശം പാർട്ടിയുമാണ് മൂന്നാം മോദി സർക്കാരിനെ താങ്ങി നിർത്തുന്നത്. തന്റെ വെളിപ്പാടകലെ പ്രധാനമന്ത്രി പദവി ഉണ്ടെന്ന ചിന്ത നിതീഷ് കുമാറിന്റെ ഉറക്കം കെടുത്തുന്നുണ്ട്. ഈ അവസരം പ്രയോജനപ്പെടുത്തിയില്ല എങ്കിൽ പ്രധാനമന്ത്രി പദവി എന്ന നിതീഷിന്റെ സ്വപ്നം എന്നേക്കുമായി പൊലിഞ്ഞു പോകുമെന്നും ഉറപ്പാണ്. NDA സർക്കാരിലെ അനുസരണയുള്ള കൂട്ടിയായി അടങ്ങിയൊതുങ്ങിയാണ് നിലവിൽ JDU-വിന്റെ നിൽപ്പ്. എങ്കിലും ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാൻ പോകുന്ന ഒരു അഗ്നിപർവ്വതമാണ് അതെന്ന ബോധ്യം BJP-ക്കുമുണ്ട്. RJD നേതാക്കളുടെ മനസ്സിലിരിപ്പ് ഇടയ്ക്ക് മറനീക്കി പുറത്തു വരുന്നുണ്ട്. അടുത്തിടെ ഇത് സംബന്ധിച്ച വെളിപ്പെടുത്തൽ JDU നേതാക്കൾ നടത്തിക്കഴിഞ്ഞു. ബീഹാറിന്റെ മുഖ്യമന്ത്രി കസേരയിൽ നിന്നിറങ്ങുന്ന നിതീഷ് കുമാർ ഇന്ത്യൻ പ്രധാനമന്ത്രി പദവിയിലേക്ക് നടന്നു കയറാൻ അധികം കാലതാമസമില്ല എന്ന് പ്രഖ്യാപിച്ചത് ബീഹാറിലെ JDU സർക്കാരിൽ മന്ത്രിയായ സമാ ഖാനാണ്. വെറും ഒരു നേതാവല്ല സമാ ഖാൻ, അദ്ദേഹം മന്ത്രിയാണ്. ബീഹാറിലെ ശക്തനായ നേതാവാണ്. JDU-വിന്റെ വാക്കും മുഖവുമാണ് സമാ ഖാൻ. ആ സമാ ഖാനാണ് മോദിയെ താഴെ ഇറക്കി നിതീഷ് കുമാർ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. TV ചാനൽ ചർച്ചയിലാണ് മന്ത്രി ആഗ്രഹം പരസ്യമാക്കിയത്. കേന്ദ്രത്തിൽ അധികാരത്തിന്റെ താക്കോൽ തങ്ങളുടെ കയ്യിലാണെന്നും നിതീഷ് കുമാർ പ്രധാനമന്ത്രിയാകുന്നതിനെ പ്രതിപക്ഷം പോലും പിന്തുണയ്ക്കുമെന്നും സമാ ഖാൻ തുറന്നടിച്ചിരിക്കുന്നു. ഈ വാക്കുകൾ വലിയ വിവാദമായിരിക്കുകയാണ്. നിതീഷ് കുമാറിന്റെ പേര് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചാൽ കോൺഗ്രസ് ഉൾപ്പെടെ എല്ലാ പാർട്ടികളുടെയും പിന്തുണയുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞിരിക്കുന്നു. നിതീഷിനെ പ്രധാനമന്ത്രിയായി കാണാൻ രാജ്യം ആഗ്രഹിക്കുന്നു. നിതീഷിന്റെ നേതൃത്വത്തിൽ രാജ്യം അതിവേഗം പുരോഗതി കൈവരിക്കുമെന്നും സമാ ഖാൻ അഭിപ്രായപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ ഈ പരാമർശത്തിൽ ഞെട്ടിയ BJP ക്യാമ്പ് അതിനുള്ള മറുപടിയുമായി രംഗത്ത് വന്നതോടെ തമ്മിൽ തല്ല് രൂക്ഷമായിരിക്കുകയാണെന്ന് കാണാം. പ്രധാനമന്ത്രി സ്ഥാനത്ത് നിലവിൽ ഒഴിവില്ല എന്നാണ് BJP പരിഹസിച്ചത്. BJP വക്താവ് അജയ് അലോക്കാണ് നിതീഷ് കുമാറിനെയും JDU-വിനെയും പ്രധാനമന്ത്രി പദവിയുമായി ബന്ധപ്പെടുത്തി കളിയാക്കിയത്. ഹിസ്ബുള്ള നേതാവ് നസറുള്ളയെ ഇസ്രായേൽ വധിച്ചതിനു ശേഷം ചിലരൊക്കെ പലതും പുലമ്പുന്നുണ്ട്. നിതീഷിനെ പ്രധാനമന്ത്രിയാക്കുന്ന കാര്യം മന്ത്രിയായ സമാ ഖാന് കോൺഗ്രസിനോടും മറ്റും പാർട്ടികളോടും ചർച്ച ചെയ്യാമെന്നും അജയ് അലോക് പരിഹസിക്കുന്നു. ഇതിനുള്ള മറുപടി നിതീഷ് കുമാറിൽ നിന്ന് തന്നെ വരുമെന്നാണ് JDU അറിയിച്ചിരിക്കുന്നത്. ഇത് വലിയ വാക്കുതർക്കങ്ങൾക്കും തുടർ ചർച്ചകൾക്കും വഴിവെച്ചു കഴിഞ്ഞു. തങ്ങളുടെ ഔദാര്യത്തിൽ പ്രധാനമന്ത്രി പദവിയിലിരിക്കുന്ന നരേന്ദ്രമോദിയുടെ കൂട്ടാളികളുടെ ആക്ഷേപ സ്വരങ്ങൾ കേട്ട് നിൽക്കേണ്ടതില്ല എന്നും ചില JDU നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞു. നിതീഷ് കുമാറിന്റെ നിലവിലെ അവസ്ഥയെപ്പറ്റി RJD നേതാവ് തേജസ്വി യാദവ് തന്നെ നേരിട്ട് വന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ബീഹാറിൽ നിതീഷ് കുമാർ വെറും നിഴൽ മുഖ്യമന്ത്രിയാണ്. കാര്യങ്ങൾ തീരുമാനിക്കുന്നതും നടപ്പിലാക്കുന്നതും BJP. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് RJD സഖ്യം വലിയ വിജയം നേടുകയാണ്. സർക്കാർ ഉണ്ടാക്കാൻ ഒരിക്കലും നിതീഷ് കുമാറിന്റെ പിന്തുണ തേടിപ്പോകില്ല. പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നാലും നിതീഷിനെ സമീപിക്കില്ലെന്നും വിശ്വാസം നഷ്ടമായ നേതാവാണ് നിതീഷ് എന്നും തേജസ്വി ചൂണ്ടിക്കാട്ടിക്കഴിഞ്ഞു. രണ്ടാമതും NDA-ക്കൊപ്പം ചേർന്ന നിതീഷ് കുമാറിന് പണ്ടത്തെ പോലെ കാര്യങ്ങൾ ഫലിക്കുന്നില്ലെന്ന് നേരത്തെ തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഭരണവിരുദ്ധ വികാരം ഇരച്ചു കയറുന്ന ബീഹാറിൽ തങ്ങൾക്കൊപ്പം നിന്ന് ചീർത്ത BJP JDU-വിനെ അപ്പാടെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. കേന്ദ്രത്തിൽ JDU-വിന്റെ സഹായത്തോടെ BJP ഭരണത്തിൽ ഇരിക്കുന്നു എന്നത് മുതലാക്കാനുള്ള നിതീഷിന്റെ നീക്കവും കാര്യമായി ഫലിക്കുന്നില്ല. BJP വിട്ട് പുറത്തുപോയാൽ പകരം മറ്റൊരു പോംവഴിയും നിലവിൽ നിതീഷിന് മുന്നിൽ ഇല്ല എന്നതാണ് വാസ്തവം. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പ്രതിരോധമാണ് BJP തീർക്കുന്നത്. കേന്ദ്രത്തിൽ പിന്തുണ പിൻവലിച്ചാൽ ബീഹാറിൽ നിതീഷിന് മുഖ്യമന്ത്രി പദവി നഷ്ടമാകുമെന്നതും വസ്തുതയാണ്. ഈ മാസം തന്നെ വിവിധ പരിപാടികൾക്കായി മോദി ബീഹാറിലേക്ക് പറക്കുന്നു. പാട്ന കേന്ദ്രീകരിച്ച് നിതീഷ് കുമാറുമായുള്ള ചർച്ചകൾക്കുള്ള സാധ്യതകളും മോദി തേടിയിട്ടുണ്ട്. ജാതി സെൻസസ് വിഷയത്തിൽ BJP-യുമായി ഇടഞ്ഞു നിൽക്കുന്ന JDU ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന ആവശ്യവും മുന്നോട്ട് വച്ചു കഴിഞ്ഞു.